വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ റമദാനിലെ എൻ്റെ ഒരു കംപ്ലീറ്റ് ഡേ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. കാരണം ഇന്ന് രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേന് ഒരു സ്ക്രാപ്പ് ബുക്ക് എനിക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊടുത്തു. അതിൻ്റെ പണിയിലായിരുന്നു ഇത്രയും നേരം. വെളിച്ചൊക്കെ എണീറ്റ് നോമ്പിനുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത്രയും നേരം ഞാൻ അത് ചെയ്യുന്നതായിരുന്നു. ഇന്നലെയാണ് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസൊക്കെ പോയി പ്രിൻ്റ് ചെയ്തത്. അപ്പം ഇന്നലെ പിന്നെ ക്ഷീണം കൊണ്ട് എനിക്ക് രാത്രി ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് രാവിലെ 9 മണിയാകുമ്പോഴത്തേന് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കുറച്ചധികം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം അതൊക്കെ ചെയ്യുന്നു. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു മൂഡില്ലേനു. പിന്നെ അതൊക്കെ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഒന്ന് സമാധാനമായി. അപ്പോൾ പിന്നെ എന്നാൽ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഏകദേശം റമദാൻ കഴിയാനായല്ലോ, ഇനിയിപ്പോൾ വ്ളോഗ് ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നെന്നാൽ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഡെസ്കിലാകെ സാധനങ്ങൾ, സ്റ്റിക്കേഴ്സും പാറ്റേൺ പേപ്പേഴ്സിൻ്റെ പീസും എല്ലാം വലിച്ചു വാരിയിട്ടതാണ്. ഞാനത് കൊടുത്തിട്ടേ ഉള്ളൂ, അതിൻ്റെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഫസ്റ്റ് തന്നെ ഇത് ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനും. സാധാരണ ഞാനൊരു സ്ക്രാപ്പ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ തലേ ദിവസം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് റഫായിട്ട് ലേഔട്ട് ചെയ്ത് വെക്കും. അതായത് സ്റ്റിക്കേഴ്സൊക്കെ ഇപ്പം ഏതൊക്കെ ഫോട്ടോ ഏതൊക്കെ ഷീറ്റിൽ ഒട്ടിക്കണം, പിന്നെ ഏതൊക്കെ സ്റ്റിക്കേഴ്സ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്നും ഓരോ പേജൊക്കെയുള്ളതും റഫായിട്ട് ലേഔട്ട് ചെയ്തിട്ട് അങ്ങനെ മാറ്റി വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം അത് എടുത്തിട്ട് ഒട്ടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഒന്നും കൂടെ എളുപ്പമാണ്. പക്ഷേ ഇന്നിപ്പം എനിക്ക് അതിനുള്ള നേരമൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഇന്നലെ അതിനുള്ള നേരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ ഓരോന്നും അപ്പം കിട്ടിയ ഒരു ഇതിലങ്ങനെ ലേഔട്ട് ചെയ്ത് പോവാട്ടോ ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം സ്റ്റിക്കേഴ്സൊക്കെ ഇപ്പോൾ എൻ്റെ ഡെസ്കിലുണ്ട്. ഞാനങ്ങനെ നോക്കി എടുക്കുകയാണ് ചെയ്തത്. ഒരു ബേബി ആൽബമായിരുന്നു. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ബാക്കിയുള്ള സ്റ്റിക്കേഴ്സൊക്കെ തിരിച്ച് ഓരോ ബോക്സിലാക്കി വെക്കണം. എന്നിട്ട് ബാക്കി വേസ്റ്റ് പീസൊക്കെ കളയാണ് ചെയ്യണേ. പിന്നെ വീഡിയോ എടുക്കാൻ യൂസ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പ്രോപ്സും അതൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് സ്ക്രാപ്പ് ബുക്ക് കൊടുത്തപ്പം അതിന് കിട്ടിയിട്ടുള്ള പൈസയാണ് ഞാനിവിടെ ഡെസ്കിൽ വെച്ചതാണ്. 300 രൂപയുണ്ട് കേട്ടോ. ഒരു ചെറിയ ബേബി ആൽബീനു. നമ്മൾ കൊറിയർ ചെയ്യാനുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മളത് കഴിഞ്ഞ് നമ്മൾ തന്നെയാണല്ലോ അത് പോയിട്ട് ഡിസ്പാച്ച് ചെയ്യുക. പക്ഷേ ഇത് കയ്യിൽ കൊടുക്കാനുള്ള സാധനം നമ്മൾ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യണതാകുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ്. കാരണം ആ ഒരു സമയത്ത് അവരെത്തുമ്പോൾ തന്നെ നമുക്ക് റെഡിയാക്കി വെക്കണമല്ലോ, വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഒരാൾ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ 1 മിനിറ്റ് 2 മിനിറ്റ് എന്ന് പറഞ്ഞ് എത്രയെന്ന് വെച്ചിട്ടാണ് വെയിറ്റ് ചെയ്യിപ്പിക്കുക. അത് ആലോചിക്കുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സ്ക്രാപ്പ് ബുക്ക് ചെയ്ത വീഡിയോ ഒന്നും എടുക്കാൻ. കാര്യം നമ്മൾ 5 മിനിറ്റിന് ചെയ്യണൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയായാലും ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും. സമയം അത്രയും വേണ്ടി വരും, ക്യാമറ ഓരോ ആംഗിൾ സെറ്റ് ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഡെസ്കിലുള്ള സംഭവങ്ങൾ ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ബെഡിലും കുറച്ചൊക്കെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്സും പിന്നെ റാപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത റാപ്പിംഗ് ഷീറ്റും അതിൻ്റെ ബാക്കിയൊക്കെ. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് വെക്കണുണ്ട്. സാധാരണ ഞാൻ ഫർ ക്ലോത്ത് മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഭയങ്കര മടിയാണ് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്സും വേറെ ക്ലോത്തും ഒക്കെ യൂസ് ചെയ്യാൻ. സാറ്റിന് പോലും എടുക്കലില്ല കേട്ടോ. കാരണം അത് കുറച്ച് സമയം എടുത്ത് ഇങ്ങനെ ആ ഒരു ചുളിച്ചിട്ട് ടെക്സ്ചറൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിനുള്ള മടി ആലോചിച്ചിട്ട് ഞാൻ ഫർ ക്ലോത്ത് മാത്രമേ എടുക്കലുള്ളൂ. പക്ഷെ ഇന്ന് ഒരു പിങ്ക് ടച്ചിൽ വരുന്നതുകൊണ്ട് ഞാൻ പിങ്ക് നെറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ, ചെയ്തിട്ടുള്ള വർക്കിൻ്റെ. അങ്ങനെ ബെഡിലുള്ള സാധനങ്ങളും ഓരോന്നായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ബാലരമയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. പിന്നെ ഫ്ലവർ ബഞ്ചസൊക്കെ അതും ഫർ ക്ലോത്തും പ്രോപ്സൊക്കെ ഞാനൊരു കവറിലാക്കിയിട്ട് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ക്ലോത്തും ഫ്ലവേഴ്സും ഫർ ക്ലോത്തും ഫ്ലവേഴ്സും ഒരുമിച്ച് വെച്ചാൽ ഇങ്ങനെ നൂല് വലിയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒക്കെ പാടെ ഞാനങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. പിന്നെ ബെഡൊക്കെ ഒന്ന് തട്ടി വിരിച്ചിട്ട് ഞാൻ ബെഡ്ഷീറ്റും കൂടെ ഒന്ന് മാറ്റുന്നുണ്ട്. വീക്ക്ലി വൺസ് ഇങ്ങനെ ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കലുണ്ട്. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി അടിച്ചു വാരാനൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നിലത്താണെങ്കിൽ ഫുള്ള് സാധനങ്ങളും ഞാൻ ആ കട്ട് ചെയ്തിട്ടുള്ള പേപ്പർ പീസും എല്ലാം വലിച്ചു വാരിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് നല്ല രീതിയിലൊന്ന് തുടച്ചും കൂടെ ക്ലീൻ ആക്കുന്നുണ്ട്.
ഇതുണ്ടല്ലോ, ഞാനിപ്പോൾ 2 ദിവസം മുന്നേ ഇങ്ങനെ പുറത്ത് പോയപ്പം അവിടെ ബാലരമ കണ്ടേരം എനിക്ക് വാങ്ങാൻ ഭയങ്കര പൂതി. കാരണം കുറേ കാലമായി കാരണം എനിക്ക് ഓർമ്മയും കൂടെ ഇല്ല എന്നാ ലാസ്റ്റ് എന്നുള്ളത്. അത്രയും ആയി ഒരു ബാലരമയും ബാലഭൂമിയൊക്കെ വായിച്ചിട്ട്. പണ്ട് ചെറിയ കുട്ടിയായപ്പോഴൊക്കെ ഫുള്ള് ഇതന്നെ ആയിരുന്നല്ലോ. ഇമ്മാൻ്റെ കൂടെ ഇങ്ങനെ അങ്ങാടിക്കും പുറത്തൊക്കെ പോണ സമയത്ത് ഇവിടുന്ന് പോകുമ്പോഴേ പറയാ പോരുമ്പോൾ എനിക്ക് ബാലരമ വാങ്ങിത്തരണം കേട്ടോ എന്നാണ്. ശരിക്കും അന്നൊക്കെ അതൊരു വികാരമായിരുന്നു. ഇപ്പം പിന്നെ ആർക്കും അതൊക്കെ വായിക്കാം, അത്ര സമയമല്ലേ, എല്ലാവർക്കും ഫോണും അതൊക്കെ തന്നെയല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ്, ഇപ്പോൾ അതൊന്നും വായിക്കലില്ല. എനിക്ക് ബാലഭൂമിനേക്കാളും ബാലരമയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഇതിൽ സൂത്രനും ഷേർവാണിയും എൻ്റെ ഫേവറേറ്റ് സ്റ്റോറി. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ വായിക്കാൻ ഇഷ്ടമായിരുന്നോ? ഏതാ ഫേവറേറ്റ് സ്റ്റോറി എന്നുള്ളതും കൂടെ പറയും കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കുറച്ച് സ്ട്രോബെറീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണ്. കാര്യം അത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചീത്തയായിട്ട് പോവും. ഞാൻ എപ്പോഴും സ്ട്രോബെറീസ് വാങ്ങുമ്പോൾ ചെയ്യണത് കുറച്ച് ഒരു പകുതി അതിൽ നിന്ന് എടുത്തിട്ട് ഫ്രീസ് ചെയ്യും, പകുതി ഇതിൽ തന്നെ എടുത്ത് വെക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതാണോ ഫ്രീസ് ചെയ്യാൻ പോണത് അത് നല്ലോണം അതിൻ്റെ ലീഫൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം ഫ്രീസ് ചെയ്യാൻ. കാരണം പിന്നെ നമ്മളിത് സ്മൂത്തിയോ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഡയറക്റ്റ് യൂസ് ചെയ്യാണ് ചെയ്യുക, പിന്നെ വാഷ് ചെയ്യാനൊന്നും നിൽക്കില്ല. അങ്ങനെ അത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ക്ലോസ് ചെയ്ത് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ള സ്ട്രോബെറീസ് ഞാൻ തിരിച്ച് ആ ഒരു പാത്രത്തിൽ തന്നെ ആക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അത് വാഷ് ചെയ്യൊന്നും വേണ്ട, വെള്ളത്തിൻ്റെ അംശം അതിലില്ലാതൊക്കെയാണ് നല്ലത്. പക്ഷെ ഞാൻ താഴെയും മുകളിലുമായിട്ട് ജസ്റ്റ് ഓരോ ഷീറ്റ് ടിഷ്യൂ വിരിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തത്. ഇനി ഒരു ബേബി ഫ്രെയിം സെറ്റ് ചെയ്യാനുണ്ട്. വലിയ പണിയൊന്നുമില്ല, കാരണം ഓൾറെഡി ഞാൻ പ്രിൻ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്രെയിമിൽ ആഡ് ചെയ്താൽ മാത്രം മതി. ഇത് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കൊറിയർ ചെയ്താൽ മതി. പക്ഷെ ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണതുകൊണ്ട് ഇതിലങ്ങനെ കാണിക്കാമെന്ന് കരുതിയാണ് ഇന്ന് തന്നെ ചെയ്യണത്. ഒരു A4 സൈസിലുള്ള ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഫ്രെയിമൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഗ്ലാസ്സൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഷീറ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ കറക്റ്റ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ബേബി ബയോഗ്രാഫി ഫ്രെയിമാണ് കേട്ടോ, ബോയ്ക്കുള്ളതാണ്. ഫ്രെയിം അങ്ങനെ സെറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ ടേപ്പ് വെച്ചിട്ടും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മുന്നേ ഒക്കെ പറഞ്ഞ പോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ മസ്റ്റായിട്ടും ചെയ്യണം. ഇനി ഈ ഒരു ടേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള സാധാരണ ബ്രൗൺ ടേപ്പ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താലും മതി. ഈ ഒരു ടൈപ്പ് ബയോഗ്രാഫി ഫ്രെയിംസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അങ്ങനെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല റിസൾട്ട് കേട്ടോ, ചെയ്ത് വന്നപ്പം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് സ്നാക്സ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇന്ന് ഉന്നക്കായാണ് കേട്ടോ ചെയ്യണത്. ഈസി അല്ലേ. പിന്നെ ഞങ്ങൾ നോമ്പ് തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല.
ഇതിൻ്റെ റെസിപ്പി പിന്നെ എല്ലാവർക്കും അറിയണതുകൊണ്ട് ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല. പിന്നെ പഴം എടുക്കുമ്പം അധികം പഴുക്കാത്ത പഴം വേണം എടുക്കാൻ, എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു ഷേപ്പിലും ഒക്കെ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ നിങ്ങൾ ചില വീഡിയോസിൻ്റെയൊക്കെ താഴെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് ചോദിക്കലില്ലേ, ഇപ്പം ഈ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ചില കമൻസൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കലുണ്ട് ഇത് കുറേ പേർക്കുള്ള ഡൗട്ട് ആയിരിക്കും ചിലപ്പോൾ എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സെയിം ഡൗട്ട് തന്നെ കുറേ പേരിങ്ങനെ കമൻ്റായിട്ടും ചോദിക്കലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ലേ അത് ശ്രദ്ധിക്കുള്ളൂ, ബാക്കിയുള്ളവരങ്ങനെ നോക്കൂലല്ലോ. സോ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ അങ്ങനെ കുറച്ച്, അതായത് ബാക്കിയുള്ളവർക്കും കൂടെ കേട്ടാൽ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ഡൗട്ട്സ് ആയിട്ടുള്ള കമൻസൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് റിപ്ലൈ തരാമെന്നുള്ളത്. സാധാരണ ഷോർട്ട്സ് ഇടുന്ന പോലെ ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാം, അതിൻ്റെ ആൻസറും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കും അത് ക്ലിയർ ആവും. പിന്നെ ബാക്കി ആർക്കെങ്കിലും ആ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അത് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മുന്നേ ഇട്ടിട്ടുള്ള കുറച്ച് കമൻസിനൊക്കെ ഞാനങ്ങനെ വീഡിയോ ആയിട്ട് റിപ്ലൈ തരാം കേട്ടോ. അങ്ങനെ വേവിച്ചിട്ടുള്ള പഴം നല്ലോണം ഒന്ന് മാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കുകയാണ്. കുറച്ച് നെയ്യിൽ തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് സാധാരണ ചെയ്യണ പോലെ തന്നെയാണ്. കാഷ്യൂനട്ടും കിസ്മിസൊക്കെ വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് ആ ഒരു സമയത്ത് അതൊന്നും ഓർമ്മയില്ലായിരുന്നു. പിന്നെ ഓരോന്നും ഇങ്ങനെ പരത്തിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലാക്കി വെക്കുന്നുണ്ട്. എനിക്ക് പൊതുവേ നോമ്പുറക്കണ സമയത്ത് ഇങ്ങനത്തെ സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്സിനേക്കാളും കൂടുതൽ ഇഷ്ടം സ്പൈസി ആയിട്ടുള്ളതാണ് കേട്ടോ. ഈ സമൂസ, കട്ട്ലേറ്റ് അങ്ങനത്തെ ഒക്കെ. സമൂസയാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. പക്ഷെ ഇവിടെ അമ്മക്കൊക്കെ ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം, ഈ ഉന്നക്കായ പോലുള്ളതൊക്കെ. അങ്ങനെ അത് റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഒന്ന് നോമ്പുറന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പാലപ്പും ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ കുറുമ നല്ല ടേസ്റ്റുമാണ്, എസ്പെഷ്യലി പാലപ്പത്തിൻ്റെ ഒപ്പൊക്കെ ഭയങ്കര കോംബോ ആണ്. കറി ഒരു സൈഡിലാവുമ്പോൾ തന്നെ അപ്പം കൂടെ ചുട്ടെടുക്കുകയാണ്. ഇത് ഞാനാണ് കേട്ടോ പാലപ്പത്തിനുള്ള മാവ് റെഡിയാക്കിയത്. അപ്പോൾ അത് റെഡിയാക്കിയപ്പം പെൽച്ചക്ക് നീച്ച് ഫുഡ് ചെയ്യുന്നതിന് ശേഷമാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്താവും, ഇത് സക്സസ് ആവുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ വീഡിയോ എടുക്കാനും പ്ലാൻ ഇല്ലേനു. എനിക്കാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പാലപ്പം, ദോശ ഇതൊക്കെ ചുടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ഇത് ഞാൻ മറ്റേ പൂ പോലത്തെ അപ്പം എന്നൊക്കെ പറയലില്ലേ, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹാൻഡിൽ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് കുറേ സമയം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കുമ്പോൾ കൈ നല്ലോണം ചൂടാവും. അതുകൊണ്ട് കുറേ നേരം അങ്ങനെ പിടിക്കാൻ കഴിയൂല. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഡ്രിങ്കും കൂടെ റെഡിയാക്കാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഗ്രേപ്പ് ലൈം ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നല്ലോ, അപ്പോൾ അത് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതിൻ്റെ തന്നെ ഒരു വേറെ വെറൈറ്റി നോക്കാമെന്ന് കരുതിയിട്ട് പൈനാപ്പിൾ ലൈമാണ് കേട്ടോ ചെയ്യണത്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ സാധാരണ പൈനാപ്പിൾ എങ്ങനെയാണോ ജ്യൂസ് അടിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ, പക്ഷേ കുറച്ച് ക്വാണ്ടിറ്റി പൈനാപ്പിൾ ഇട്ട് കൊടുത്താൽ മതി. ആൻഡ് ലെമൺ ജ്യൂസും ഒരു ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം.
അങ്ങനെ പിന്നെ ബാങ്ക് കൊടുത്തതിന് ശേഷം നോമ്പൊക്കെ തുറന്നിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ഡ്രിങ്ക് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇങ്ങനെ നമ്മൾ കുറേ ദാഹിച്ചിരിക്കുന്ന ടൈമിലൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രയറും എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് പോളറോയിഡ്സും കൂടെ കട്ട് ചെയ്ത് വെക്കാനുണ്ട്. ഇത് മിനി പോളറോയിഡ്സ് അല്ല കേട്ടോ, നോർമൽ സൈസിലുള്ളതാണ്. ഇത് നമ്മളങ്ങനെ ഓഫർ പ്രൈസിനൊന്നല്ല സെയിൽ ചെയ്യണത്. ഒരു ഫോട്ടോക്ക് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് സെയിൽ ചെയ്യണത്. ഒരു A3 ഷീറ്റിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്യലുള്ളത്. 18 ഫോട്ടോസാണ് ഒരു ഷീറ്റിലുണ്ടാവുക. ഞാൻ റിംഗ് ആൽബം ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു സെയിം സൈസും കാര്യങ്ങളൊക്കെയാണ്. ഹോൾ ഇടണില്ല, റിങ് ഇടണില്ല എന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. പിന്നെ ഞാനിങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്യൽ കുറവല്ലേ, ലോങ് വീഡിയോസ് അല്ലേ കൂടുതലും ചെയ്യലുള്ളത്. അപ്പം എനിക്ക് കാര്യം ഷോർട്സിനുള്ള കണ്ടൻസ് കിട്ടൽ കുറവാണ്. ഞാൻ അങ്ങനെ എനിക്ക് ഫോക്കസ് ചെയ്യലില്ല. അപ്പോൾ ഞാൻ ഷോർട്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സജഷൻസോ കണ്ടൻസോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണം. ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. പോളറോയിഡ്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജസ്റ്റ് ഡെസ്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ പോയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.